ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. കുറേ നാളുകളായിട്ട് നമ്മൾ ലവ് റീഡിങ്ങുകൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു ലവ് റീഡിങ് ചെയ്യാമെന്നാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഒരുപാട് പേര് പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ കൂടുതൽ പേരും പറയുന്നൊരു ഇഷ്യൂ ആണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് എന്നറിയാം. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ റീഡിംഗ് ആണ് ഇന്ന് എടുക്കുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ് 20 ഡേ ക്ലാസ് ഓൾറെഡി ഓൺ ആണ്, നടക്കുന്നുണ്ട്. അടുത്ത മാസത്തേക്കുള്ള അതിൻ്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളുടെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള സെഷൻസാണ്. 40 മിനിറ്റ്സ് ക്ലാസ്സാണ്. ഒരു മാസത്തേക്കായിരിക്കും. ശനി ഞായർ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള 5 ദിവസം, അങ്ങനെ 20 ദിവസമായിട്ടാണ് ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 40 മിനിറ്റ്സ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. ക്ലാസ്സിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ തീർത്തിട്ടാണ് പോകുന്നത്. മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം എടുക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ തരുന്നത്. മാനിഫെസ്റ്റേഷനെ കുറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ലിറ്ററലി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. സോ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ നോ കോണ്ടാക്ട് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ആവുക. നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കി തരണം എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഇയാളെ വേണമെന്നല്ല, സത്യം മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ വേണം നിങ്ങൾ ഈ റീഡിങ് കാണാനായിട്ട്. എന്താണോ നിങ്ങൾക്ക് നല്ലത്, ലോങ് ടേമിൽ നിങ്ങളുടെ സോൾ ഗ്രോത്തിന് എന്താണോ നല്ലത് അത് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് ഞാനും ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് എനർജി ബിറ്റ്വീൻ യു ആൻഡ് യുവർ പേഴ്സൺ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫുൾ എനർജിയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന എനർജി. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം നിങ്ങൾ വിട്ട് നിൽക്കുകയാണ്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴുള്ള ഈ നോ കോണ്ടാക്ട്, അത് ഈ ഒരു മൗനം, ഒരു സൈലൻസിൻ്റെ താഴെ എന്താണ് ഒളിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ദ ഹിഡൻ ട്രൂത്ത്, സൺ കാർഡ്, ഹീലിങ്ങിൻ്റെ കാർഡാണ്. 2 മേജർ അർക്കാന ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു. എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് പരിഹരിക്കാവുന്ന സില്ലി ആയിട്ടുള്ള ഇഷ്യൂസൊന്നുമല്ല. നിങ്ങൾക്ക് 2 പേർക്കും ഹീലാവാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഹീലിംഗ് ആണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ സത്യം. എന്തുകൊണ്ടാണ് ഈ നോ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് റിവേഴ്സായിട്ട് വന്നിട്ടുണ്ട്. എന്തിനൊക്കെയോ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നോ ഇത് ഫലം കാണുമോ എന്നൊന്നും നിങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. എന്തോ ഒരു വെയിറ്റിംഗ് ആണ്. പക്ഷേ അത് എന്താ പറയുക, നേരായ രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് അല്ല. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അത് എവിടേക്കോ മറഞ്ഞിരിക്കുന്നു. സത്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കൂടുതൽ കാർഡ്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ മീനിങ് കുറച്ചുകൂടി അറിയാൻ പറ്റും. എന്താണ് നിങ്ങൾ തമ്മിലുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്നുള്ളത് നോക്കാം. പേജ് ഓഫ് വാൻഡ്സ്. നിങ്ങളിൽ ഒരാൾ എന്താ പറയുക, ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ഈ റിലേഷനിൽ പെരുമാറിയിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ 2 കൂട്ടരുടെയും, നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ആരാണ് ഈ ഒരു എനർജി വരാനുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത് ആരാണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ആ ഇമ്മച്വർ എനർജിയാണ് ഇപ്പോഴും നിങ്ങൾക്ക് റിസോൾവ് ചെയ്യപ്പെടാതെ, പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നത്. നിങ്ങളിൽ ഒരാൾ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് റിസ്ക് എടുക്കുന്നുണ്ടായിരിക്കാം. കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ഒരു മെച്വർ പേഴ്സൺ എന്നുള്ള നിലയിലല്ല, ഒരു ഇമ്മെച്യൂരിറ്റി, ഒരു പാകതയില്ലായ്മ ഒരു നിങ്ങളുടെ റിലേഷനിൽ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അവരുടെ എനർജി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം.
സ്ട്രെങ്ത് എനർജിയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ സോഫ്റ്റ് പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം, കൂടുതൽ ഇൻഫർമേഷൻ പറയാറായിട്ടില്ല. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാർഡ് നമുക്ക് അടുത്തായിട്ട് എടുത്ത് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളെ അവരൊരു കംഫർട്ട് സോണായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അവരെന്താവശ്യത്തിന് വിളിച്ചാലും ഓടിച്ചെല്ലുക, അവരുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞും അറിയാതെയും അവർ പറയാതെയും പറഞ്ഞും ഒക്കെ നിങ്ങളവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. യു വെയർ ടു മച്ച് അവൈലബിൾ എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. അവരെന്താണ് നിങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്നത് നോക്കാം. ചാരിയറ്റ്. എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ അവർ മനസ്സിൽ സെറ്റ് ചെയ്ത് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോക്കാം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. അവർ മൂവ് ഓൺ ആവാൻ ആഗ്രഹിക്കുന്നോ അതോ ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. മൂൺ കാർഡാണ്. അവരതിലൊരു ഡിസിഷൻ എടുത്തിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അവർക്കും അറിയാൻ പറ്റിയിട്ടില്ല എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സുമായിട്ട് നമുക്കിത് തന്നെ കണക്ട് ചെയ്യാം. തീരുമാനമെടുക്കാൻ കഴിയാതെ, എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്നറിയാതെ, എങ്ങോട്ടാണ് ഈ റിലേഷൻ പോകുന്നതെന്നറിയാതെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം, പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് അവരുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അവരെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്ന എനർജി എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് കാർഡ്. അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കണം. ക്യാൻ വി ഹാവ് എ ക്ലൂ ഫോർ ദിസ്? ഹാങ്ഡ് മാൻ. സ്റ്റക്കാണ് അവർ. ഒരു ആക്ഷനും എടുക്കാൻ പറ്റാണ്ട് അവർ സ്റ്റക്കാണ്. തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ മടിച്ചിട്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ജസ്റ്റിസ് ആൻഡ് ഹാങ്ഡ് മാൻ ഒരുമിച്ച് വരുമ്പോൾ അത് നല്ല രീതിയിലുള്ള സ്റ്റക്കായിട്ടുള്ള എനർജിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യാം. എന്ത് സബ് കോൺഷ്യസ്ലി നിങ്ങളിപ്പോൾ എന്ത് എനർജിയിലാണ്? പേജ് ഓഫ് കപ്സ്. ഇവിടെ ഒരു പേജ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യല്ല, പക്ഷേ അക്കോർഡിംഗ് ടു ദിസ് കാർഡ്സ് ഈ പറയുന്ന ഇമ്മച്വർ എനർജി നിങ്ങളുടെ കുട്ടിക്കളി ആണ് ഇവിടെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. ഇത് എത്രമാത്രം നിങ്ങൾക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കുട്ടിക്കളി എന്ന് തന്നെ ആവണം എന്നില്ല. ഒന്നുകിൽ നിങ്ങൾ കാര്യഗൗരവം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നു, അനാവശ്യമായിട്ട് റിസ്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിന് വേണ്ടത്ര പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നില്ല ഈ റിലേഷനിൽ എന്ന് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എനർജി ആയിട്ടുള്ളത്. നിങ്ങൾ അവരുമായിട്ട് റീകണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല, മൂൺ എനർജിയാണ്. പക്ഷെ നിങ്ങൾക്ക് അവരോട് കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്താണ് ഈ റിലേഷനിൽ നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട്? എന്താണ് നിങ്ങൾ ഈ റിലേഷനെ കുറിച്ച് കാണാതെ പോകുന്നത് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത കാർഡ്. 4 ഓഫ് വാൻഡ്സ്. 4 ഓഫ് വാൻഡ്സ് ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്, സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. നിങ്ങളിപ്പോൾ എന്താണ് കാണാതെ പോകുന്നത്? ഈ റിലേഷന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ കാണാതെ പോവുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ റിലേഷനിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള ലെസൺ എന്താണ് എന്ന് നോക്കാം. ക്വീൻ ഓഫ് സ്വാർഡ്സ്. കുറച്ചുകൂടി സീരിയസ് ആവാനാണ് പറയുന്നത്. ഈ ഒരു പേഴ്സണെ കാണുമ്പോൾ നമുക്കറിയാം അവർ വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നു, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്നു. ആ പ്രാക്ടിക്കാലിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പേജ് എനർജിയുടെ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടി. വേണ്ടത്ര സീരിയസ്നെസ് റിലേഷനിലേക്ക് കൊടുക്കാത്തത് കൊണ്ട് വന്നിട്ടുള്ള ഇഷ്യൂസാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക, മെച്യൂരിറ്റി, പക്വത നിങ്ങൾ ഈ റിലേഷനിൽ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്ത് എനർജിയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് റിലീസ് ചെയ്യേണ്ടത്, നിങ്ങൾ വിട്ടുകളയേണ്ട എനർജി എന്താണെന്ന് നോക്കാം. ടെമ്പറൻസ്. ഓക്കെ, ഈ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻ നടന്നുകൊണ്ടിരിക്കെ തന്നെ മറ്റേതെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ, മറ്റേതെങ്കിലും ഒരു റിലേഷൻ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് അമിതമായിട്ടുള്ള ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ട സമയമാണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ ബാലൻസാണ് നിങ്ങൾക്കിപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത്
മാറ്റിവെക്കുക, ഒരു കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക. ഈ സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് മെച്യൂർ എനർജിയിൽ നിന്നും, ഒരു അഡൾട്ട് എനർജിയിൽ നിന്നും, ഒരു കുട്ടിയുടെ എനർജിയിൽ നിന്നും മാറി അഡൾട്ട് എനർജിയിൽ നിന്ന് ചിന്തിക്കേണ്ട സമയമാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഒരു 3 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് വരാൻ പോകുന്നത് നോക്കാം. പേജ് ഓഫ് പെറ്റങ്കിൾസ് ആണ്. അതൊരു നല്ല എനർജിയാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, വീണ്ടും പേജ് എനർജിയാണ്. അതുകൊണ്ട് വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ നോ കോണ്ടാക്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു അടിസ്ഥാനം, എവിടെയൊക്കെയോ ഒരു അടിത്തറ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു റിലേഷൻ്റെ ലോങ് ടേം ഫ്യൂച്ചർ എന്താണെന്ന് നോക്കിയാലോ. ഹെർമിറ്റ് കാർഡാണ്. നിങ്ങളിൽ ചില ചേഞ്ചസ് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടതുണ്ട്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് അവനവനിൽ തന്നെ ചേഞ്ച് വരുത്തുന്ന, അല്ലെങ്കിൽ അവനവനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന, സത്യാന്വേഷണം എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാറ്റേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ലോങ് ടേമിൽ ഈ റിലേഷൻ സസ്റ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷനബിൾ സ്റ്റെപ്പ് ഫോർ യു. 5 ഓഫ് കപ്സ്. നിരാശാബോധം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. നിങ്ങൾ ഒരു പെയിനിലാണ്, അത് മാറ്റിവെക്കുക. ഓക്കെ, ഇതൊരു നിരാശയുടെ കാർഡാണ്. ഇതാണ് നിങ്ങളിപ്പോൾ മാറ്റിവെക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് ഹാപ്പൻസ്. നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, ഈ ആൾ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാർഡ് നമുക്ക് എടുത്ത് നോക്കാം. എംപ്രസ് കാർഡ് പോസിറ്റീവാണ്. അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്. അബണ്ടൻസ് ഓഫ് ലവ്. നിങ്ങൾക്ക് ഈ റിലേഷൻ തിരിച്ചു കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഈ ഒരു ഹെർമിറ്റ് എനർജി, ഇതിൽ കൂടെ നിങ്ങൾ കടന്നു പോകണം. ഉള്ളിൻ്റെ ഉള്ളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഈ എംപ്രസ് എനർജിയിലേക്ക് എത്താൻ പറ്റുക. എന്നാൽ മാത്രമാണ് ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ടെന്ന്, അത് വരണമെങ്കിൽ അതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിൽ വരേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി യൂണിവേഴ്സിന് ഇക്കാര്യത്തിൽ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എംപറർ കാർഡ്. വീണ്ടും ഇത് സ്ട്രക്ചർ എന്ന് പറയുന്ന കാർഡാണ്. അതോറിറ്റി എന്ന് പറയുന്ന കാർഡാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാർഡാണ്. ഈഗോ എന്നൊരു മൈൻഡ് സെറ്റുമുണ്ട്. ഈഗോ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഒരു എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണമല്ലോ. കാര്യങ്ങൾ പോകുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പാത സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു എനർജിയിലേക്ക് വരാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് മേജർ ആർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട്. സോ ഇതൊരു സീരിയസ് ഇഷ്യൂ തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും കാർഡ്സ് എടുക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാം ഒരു കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഇല്ലായ്മയാണ്, പ്ലാനിങ് ഇല്ലായ്മയാണ്, നിങ്ങളുടെ എടുത്തുചാട്ടമാണ് എന്നൊക്കെ പറയാം. സോ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മളുടെ കമൻറ്റ് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് സ്ട്രക്ചർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്ഥിരത എന്നുള്ള വാക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും അതുവരെ സന്തോഷമായിട്ടിരിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ബൈ. താങ്ക് യു.